പ്രേംലാൽ, ഈ ഡെൻമാർക്കിലെ നമ്മുടെ ഈ മുസ്ലിം പള്ളികളിലൊക്കെ കേൾക്കുന്ന ബാങ്ക് വിളിയില്ലേ, അത് നിർത്തണം എന്ന നിയമവ്യവസ്ഥ വന്നതായിട്ട് പറയും. നിർത്താൻ പോകുന്നു അല്ലെങ്കിൽ നിർത്തി എന്ന വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. ആദ്യം അത്തരത്തിൽ അവരുടെ ചില ആചാരങ്ങളെയൊക്കെ നിർത്തിയിരുന്നതും ഡെൻമാർക്കിലാണ് ആദ്യം അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്താണ് ഈ ബാങ്ക് വിളി നിർത്തിയതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്ത? ഒരു തിരുത്തുണ്ട് ചേട്ടാ, അത് ബാങ്ക് വിളിയല്ല, ഈ ഉച്ചഭാഷണി ഉപയോഗിച്ചുള്ള ബാങ്ക് വിളി ഉണ്ടല്ലോ. ഉച്ചഭാഷണി, അതെ, പള്ളികളിലൊക്കെ കേൾക്കുന്നത് ഉച്ചഭാഷണി കൂടെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ആ പരിപാടി വേണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അല്ലാതെ പള്ളികളിൽ ബാങ്ക് വിളിക്കുക, അതെ, അത് അവരുടെ ആചാരങ്ങൾ മൈക്കിലൂടെ കേൾപ്പിച്ച്, ഇത് കോളാമ്പി വഴിയൊക്കെയാ വരുന്നത്. അതെ, ആ പരിപാടി വേണ്ട. അതിനുള്ളൊരു നിയമനിർമ്മാണത്തെ കുറിച്ച് അവർ ആലോചിക്കുന്നു. ആസാൻ എന്നാണ് അത് അറിയപ്പെടുക, ഈ ബാങ്ക് വിളിക്കുന്ന അതിനെ. ആ പറയുന്ന പരിപാടി നിർത്തിവെക്കുകയാണ്. ഇപ്പം ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നേരത്തെയും ഡെൻമാർക്കിൽ ഈ പ്രത്യക്ഷത്തിൽ മുസ്ലിം വിരുദ്ധമെന്ന് തോന്നിക്കുന്ന ചില നടപടികൾ അവർ എടുത്തിരുന്നു. അത് ഈ നിക്കാബ് എന്ന് പറയുന്ന സംഗതി അവിടെ നിരോധിച്ചിരുന്നു. പൊതു ഇടങ്ങളിൽ നിക്കാബ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് ആളുകൾ ഹിജാബ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഹിജാബ് എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രം എന്ന് മാത്രമേ ഉള്ളൂ. നിക്കാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണും ചിലപ്പോൾ സർവത്ര മൂടിയുള്ളതാ, കണ്ണ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നേരത്തെ നിരോധിച്ചാണ്. അത് 2025 ആദ്യം ഡെൻമാർക്കിൽ നിരോധിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ പലയിടങ്ങളിൽ വലിയ പ്രതിഷേധ ശബ്ദമൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി കടുത്ത നടപടിയാണ് ഈ ആസാൻ. അതായത് ഈ മുസ്ലിം വിശ്വാസികൾക്ക് ഒരു ദിവസത്തിൽ ഇത്ര നേരം നിസ്കാരം എന്നുള്ളത്. അപ്പോൾ അവർക്ക് ആ സമയം അറിയിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് എന്ന പോലെയാണ് ഈ ഉച്ചഭാഷണികളിലൂടെ ഇത് പറയുന്നത്. മനസ്സിലായി. അപ്പോൾ അത് ഇനി വേണ്ട. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻമാർക്ക് ഇതിനെ വിശേഷിപ്പിക്കുന്നത്, ഇത് നിലവിൽ അവരുടെ പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ ഈ ശബ്ദ മലിനീകരണത്തിൻ്റെ നിയമം കർക്കശമാണ്. അവിടെ നേരത്തെ തന്നെ ഇത് പ്രകാരം ഈ മുസ്ലിം ദേവാലയങ്ങളിൽ ഈ ഉച്ചഭാഷണികളൊക്കെ ഉപയോഗിക്കുന്നതിന് നിരോധനമുണ്ട്. ഇത് രാജ്യമെമ്പാടും വ്യാപിപ്പിക്കാനായിട്ടുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ രാജ്യമെമ്പാടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതും ഡെൻമാർക്ക് എന്തോ വലിയ വിശാലമായ രാജ്യമാണ്. അല്ല, ഒരു ചെറിയ രാജ്യമാണ്. നമ്മുടെ കഷ്ടിച്ച് നമ്മുടെ കേരളത്തിൻ്റെ അത്രയൊക്കെ വലിപ്പമേ ഉള്ളൂ. ഏതാണ്ട് 60 ലക്ഷം പേർ ജീവിക്കുന്ന ഒരു ജനസമൂഹമുള്ള ഒരു നാട്. അവിടെ ഈ മുസ്ലിം ജനവിഭാഗം എന്ന് പറയുന്നത് ഈ മൊത്തം ജനസംഖ്യയുടെ ഒരു 3 മുതൽ 5% വരെ വരുന്ന വളരെ കുറച്ച് ഒരു വിഭാഗം. അപ്പോൾ അവിടെ ഈ പരമ്പരാഗതമായ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമൊന്നും ആയിരുന്നില്ല ഡെൻമാർക്ക്. കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. 60കളിൽ ഉപജീവന മാർഗം തേടി നമ്മുടെ തുർക്കി, പാകിസ്ഥാൻ അതേപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നു. പിന്നെ ഒരു 80കളിൽ ഈ പലയിടങ്ങളിലും കലാപങ്ങളൊക്കെ ഉണ്ടായി, പ്രത്യേകിച്ച് ഈ സിറിയ, ഇറാഖ് അതേപോലുള്ള സ്ഥലങ്ങളിൽ, ലെബനൻ. അപ്പോൾ ആഭ്യന്തര കലാപങ്ങളെ തുടർന്ന് അഭയാർത്ഥികളായിട്ട് വരാൻ തുടങ്ങി. 2000-ഓടെ അതിൻ്റെ നിരക്ക് വർദ്ധിച്ചു. പ്രത്യേകിച്ച് സിറിയ, തൊട്ടടുത്ത സ്ഥലമാണ് സിറിയ. അവിടെ നിരന്തര ആഭ്യന്തര സംഘർഷങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ഡെൻമാർക്ക് എന്തുകൊണ്ട് ഈ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെൻമാർക്ക് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, പിന്നെ വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ അതായത് ചുരുക്കി പറഞ്ഞ ഒരു ആധുനിക സമൂഹം ആഗ്രഹിക്കുന്ന എന്തൊക്കെയുണ്ടോ ആ മൂല്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്ന് കുടിയേറി പാർക്കുന്നവർ ഒരു അടഞ്ഞ സമൂഹമായിട്ട് നിലകൊള്ളുന്നു. അവർ ഈ ഡെൻമാർക്കിൻ്റെ പൊതു നിയമങ്ങളോടോ പൊതു രീതികളോടോ മുഖം തിരിഞ്ഞ് നിന്നിട്ട് അവരൊരു ഒറ്റപ്പെട്ട സമൂഹമായിട്ട് ഇപ്പം മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മളിപ്പോൾ ഈ ആലുവ, പെരുമ്പാവൂർ ആ മേഖലകളെക്കുറിച്ച് നമ്മുടെ കേരള സമൂഹത്തിനുള്ള പൊതുവേ ഒരു ആശങ്ക, അത് മറ്റൊരു ബംഗാളായി മാറുന്നു, മറ്റൊരു ബംഗ്ലാദേശായി മാറുന്നു എന്നൊക്കെയാണല്ലോ. കാര്യം ഈ നമ്മുടെ ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികൾ നമ്മളുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാതെ അവരുടേതായ ഒരു ലോകത്തിൽ കഴിഞ്ഞുകൂടുന്നു. അവരുടേതായ രീതികൾ, ജീവിത രീതികൾ, അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വളരെ കുറച്ച് പേര് മാത്രമേ മലയാളം പഠിക്കുകയും ഇവിടുത്തെ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് ഇവിടെ തന്നെ കഴിയുകയും ചെയ്യുന്നവരുള്ളൂ. ബഹുഭൂരിപക്ഷം നേരെ തിരിച്ച്. അതേപോലെ തന്നെയാണ് ഡെൻമാർക്കിലെ അവസ്ഥ. അവരിവിടെ വന്നിട്ട് ഇപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ താമസിക്കുമ്പോൾ കൂട്ടായിട്ടായിരിക്കും താമസിക്കുക. പ്രധാനമായിട്ട് ഒരു ഉപജീവനം തേടി വന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങളുടെ ഓരങ്ങളിൽ ആയിരിക്കും അവർ ജീവിക്കുക. അവർക്ക് ആരാധനയ്ക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരു പള്ളി വേണ്ടി വരും. അങ്ങനെ അവർ ആ ഒരു സമൂഹമായിട്ട് പതുക്കെ ഡെവലപ്പ് ചെയ്ത് മറ്റുള്ള സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നിൽക്കുന്നു. ഇത് അംഗീകരിക്കാനൊക്കില്ല എന്നുള്ളതാണ്. അവിടുത്തെ മോർട്ടൻ ബോഡ്സ്കോ എന്ന് പറയുന്ന അവിടുത്തെ
ഒരു മന്ത്രി അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ ചില മേഖലകളിലൊക്കെ പോകുമ്പോൾ ഇസ്ലാമാബാദിൻ്റെ ഒരു പ്രാന്തപ്രദേശമായിട്ട് ചിലപ്പോൾ തോന്നുന്നു. ഇസ്ലാമാബാദ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ തലസ്ഥാനം, കൊച്ചു പാകിസ്ഥാൻ എന്നൊക്കെ നമ്മൾ ചില തമാശ രൂപേണയൊക്കെ പറയും. അതേപോലെ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് മാറ്റെ ഫ്രെഡറിക്സൺ എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ പൊതു ഇടത്തിൽ ജനാധിപത്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, മതവിശ്വാസത്തിനല്ല. അതേപോലെ സ്കൂളുകളിൽ ചില സ്കൂളുകളിലൊക്കെ ഈ പ്രാർത്ഥനാ മുറികളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട. പ്രാർത്ഥനാ മുറികൾ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രമായിരിക്കും പ്രാർത്ഥനാ മുറികൾ, അതൊന്നും വേണ്ട. പിന്നെ അങ്ങനെ ഈ പ്രാർത്ഥനാ മുറികളൊക്കെ സജ്ജീകരിക്കുക തന്നെ അത് ഒരു പരിധി വരെ അത് ഉപയോഗിക്കപ്പെടുക ഈ വിഭാഗത്തിൽപ്പെടുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഈ മതശിക്ഷണത്തിൻ്റെ കീഴിൽ നിലനിർത്താനായിട്ടുള്ളൊരു ഉപാധി എന്ന നിലയിൽ അത് വരും. അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടികളെയൊക്കെ ഈ പ്രത്യേകം, അതായത് ഈ മതശിക്ഷണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത് ജെൻഡർ ഈക്വാലിറ്റിയുടെ പ്രശ്നമായിട്ടൊക്കെയാണ് ഡാനിഷ് ഭരണകൂടം വിലയിരുത്തുന്നത്. പിന്നെ അവിടെ ഈ ആധുനിക സമൂഹം ആഗ്രഹിക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച്, എന്താ പറയുക, അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള ആശയ സ്വാതന്ത്ര്യം, പിന്നെ ഈ ജെൻഡർ ഈക്വാലിറ്റി, ഇതിലൊക്കെ കടുത്ത നിലപാടുള്ള ഒരു രാജ്യമാണ് ഡെൻമാർക്ക്. പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇവർ കരുതുന്നത്, അതായത് ഇപ്പോൾ ഈ എന്തുകൊണ്ട് ഈ ബാങ്ക് വിളി നിരോധിക്കണം എന്ന് പറയുന്നതിന് അവർ ചോദിക്കുന്നതാണ്, ഇപ്പോൾ ആധുനിക കാലമാണ്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ഓൺലൈൻ സംവിധാനങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ ഈ ബാങ്ക് വിളി അല്ലെങ്കിൽ ആ നമസ്കാര സമയം അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ പുതിയ കാലത്ത് മറ്റ് ബദൽ സാധ്യതകൾ ഉള്ളപ്പോൾ ഈ ഉച്ചഭാഷണിയിലൂടെയുള്ള ഈ ബാങ്ക് വിളി എന്തിനു വേണ്ടിയാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ആ രാജ്യം വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട്. കാര്യം ഈ കുടിയേറ്റം വലിയ രീതിയിൽ അവരുടെ തനതായ ജീവിതശൈലിയെയും തനതായ ആ ഡെൻമാർക്കിൻ്റെ പൊതു സ്വഭാവത്തെയൊക്കെ മാറ്റിമറിക്കുന്നു എന്നുള്ളൊരു ആശങ്ക വലിയ രീതിയിലുണ്ട്. കാര്യം ഈ കുടിയേറി വരുന്നവർ ഒരു അടഞ്ഞ സമൂഹമായിട്ട് നിലകൊള്ളുകയും ഭാഷ പോലും പഠിക്കാതെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ നിൽക്കുകയും പിന്നെ പരമാവധി അവരുടെ സമൂഹത്തിലേക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നു, അങ്ങോട്ട് കൊണ്ടുപോകാൻ അങ്ങോട്ട്. അതായത് അവരുടെ സമൂഹം അവരുടെ ആ ചെറിയ ചുറ്റുപാട്, ആ ഒരു ചെറിയ ചുറ്റുപാടിൽ തന്നെ വികസിക്കുകയും പൊതു ഇടത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. അത് ആ രാജ്യത്ത് ഒരിക്കലും ഗുണം ചെയ്യില്ല. അപ്പോൾ അതിന് അവർ ഒരു സെപ്പറേഷനായിട്ടാണ്, അതായത് അവിടുത്തെ സാംസ്കാരികമായ ഒരു ഭിന്നതയായിട്ടാണ് അവർ അതിനെ വിലയിരുത്തുന്നത്. അതായത് ഒരു കൂട്ടം പേരിങ്ങനെ ഒതുങ്ങി വേറൊരു വിഭാഗം പോലെ ഒരു അടഞ്ഞ സമൂഹം, അത് അവരുടേതായ അവരുടെ ജീവിതം. അതെ, അതായത് അവിടുത്തെ ആ നാടിന്റെ പൊതു രീതികളോട് അവർക്ക് ശക്തമായ വിയോജിപ്പ്, അവരുടേതായ രീതികൾ പിന്തുടരുകയും ചെയ്യും. ഭാഷ പോലും പഠിക്കാതെ അവരുടെ ഭാഷയിൽ അവരുടെ ജീവിതശൈലിയിൽ തന്നെ ജീവിക്കുന്നു. അപ്പോൾ ആ നാട്ടിൽ ഇത്തരം, അതായത് ഇവരെ ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ ഈ അവിടെയുള്ള ഒരു പൊതുജീവിത ശൈലിയെ തന്നെ ഇതിന് സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ തിരിച്ചറിവ് അവർക്കുണ്ട്. അതോടൊപ്പം ഈ പല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചിന്തിക്കുമ്പോൾ തോന്നും ഈ തീവ്ര വലതുപക്ഷ നിലപാടുള്ളൊരു സർക്കാർ ആയതുകൊണ്ടായിരിക്കാം ഇവർക്കെതിരെ ഇത്തരം നടപടികളൊക്കെ എടുത്തതെന്ന്. ഒരിക്കലുമല്ല. ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളൊരു സർക്കാർ തന്നെയാണ് അവിടെ ഇപ്പോഴും ഉള്ളത്. അവരാണ് ഇത്തരം കർക്കശ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്. അവിടെ നേരത്തെ 2023 പറ്റി ഈ ഖുറാൻ വിശുദ്ധ ഗ്രന്ഥം കത്തിച്ച് പ്രതിഷേധിച്ച ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് വലിയ വിമർശനമൊക്കെ വന്നിരുന്നു. പിന്നെ ഈ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യം ഈ ആശയ സ്വാതന്ത്ര്യത്തിന്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ വലിയ വില കൊടുക്കുന്ന രാജ്യം. അവിടെ മുമ്പ് ഒരു വിവാദം വന്നിരുന്നു. അവിടെ ഒരു ദിനപത്രത്തിൽ പ്രവാചകൻ്റെ ചിത്രം പ്രസിദ്ധീകരിച്ചു, ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമൊക്കെ മുമ്പുണ്ടായതാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ്. കാര്യം അവർ വളരെ ആധുനികമായിട്ട് പുരോഗമനപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ മതപരമായിട്ടുള്ള ചിന്തയെ അവർ ഉൾക്കൊള്ളുന്നില്ല, അതിനെ മറ്റൊരു രീതിയിലാണ് സമീപിക്കുന്നത്. അപ്പോൾ ഇത് നിലവിൽ അവർ ആലോചിക്കുന്നത് നഗര കേന്ദ്രീകൃതമായിട്ട് ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, പിന്നെ അതിനെക്കുറിച്ചൊരു പൊതു ചർച്ച തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇതിന് നിയമനിർമ്മാണം അടക്കം ഭരണഘടനാ ഭേദഗതി വേണമെങ്കിൽ അത്. കാര്യം ഈ പറയുന്ന സംഗതികളെല്ലാം തന്നെ ഈ മതസ്വാതന്ത്ര്യത്തിനും അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെയൊക്കെ ആ ഒരു നിലവാരത്തിൽ വന്നാൽ ഒരുപക്ഷെ നിയമ പോരാട്ടങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ എങ്ങനെ മറികടക്കാമെന്ന തരത്തിൽ വലിയ ചർച്ചകൾ അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമീപ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത വരും. അപ്പോൾ നമ്മളിപ്പോൾ കരുതും ഇത് ഒരു മുസ്ലിം ന്യൂനപക്ഷമായതുകൊണ്ടുള്ള
അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു പരമാവധി മൊത്തം ജനസംഖ്യയുടെ 5% മാത്രം വരുന്നൊരു ജനസമൂഹമാണ്. അപ്പോൾ അവരെ നിയന്ത്രിച്ച് നിർത്താൻ ഒരു ഭൂരിപക്ഷ സമൂഹത്തിന് സാധിച്ചേക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കർശന നിയമങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ ചിലപ്പോൾ ഒന്ന് ധരിച്ചേക്കാം. എന്നാൽ മറ്റ് ചില സംഗതികൾ കൂടി പറയാം. ഇപ്പോൾ താജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ, അവിടെ 90% മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും. വേറെയും ചില രാജ്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അവരും നേരത്തെ പൊതു ഇടങ്ങളിൽ ഈ ഹിജാബ് നിരോധനം പോലുള്ള സംഗതികളൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരതിനെ കണ്ടത്, അതായത് ഈ പരസ്പരം കാണുക, നോക്കുക, അല്ലെങ്കിൽ അധ്യാപകർക്ക് കുട്ടികളെ മനസ്സിലാക്കി പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനൊക്കെ ഇത്തരം നിയന്ത്രണങ്ങൾ ഒരു തടസ്സമാണ് എന്ന് കണ്ടുകൊണ്ട് ഉള്ള നിയമപരിഷ്കാരമൊക്കെ കൊണ്ടുവന്ന അതേ കാഴ്ചപ്പാട് തന്നെയാണ് ഇവിടെയും. ഇവർ പറയുന്നത് ഈ വിദ്യാലയങ്ങളിലടക്കം ഇതേപോലുള്ള മുഖാവരണമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ടുള്ള, അതായത് പ്രത്യേക അവര് മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ നിയമം. അപ്പോൾ ഇവര് ഡെൻമാർക്ക് ഭരണകൂടം വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്നത് കൊണ്ട്, അല്ലാണ്ട് ഇത് മുസ്ലിം സമൂഹത്തെ അടച്ചാക്ഷേപിക്കാനോ അവരെ അവരുടെ വിശ്വാസത്തിനെ അതെ ആ ഒരു ഉദ്ദേശത്തിലല്ല. മറ്റുള്ള ജീവിത രീതികളുമായിട്ട് അവർ ഒരുമിച്ച് നിൽക്കണമെന്ന കാഴ്ചപ്പാടിൽ കൊണ്ടുവരുന്ന നിയമനിർദ്ദേശങ്ങളാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിപ്പോൾ ഇങ്ങനൊരു സാധ്യത, അവരിങ്ങനൊരു നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഇതിനെതിരെ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. പ്രക്ഷോഭവും മറ്റും ആരംഭിച്ചിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാര്യം അവിടെ ആളുകൾ സംഘടിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലും വേറെ പണിയൊന്നും ഇല്ലാത്തവരുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പോലും അതിനെതിരെ ചിലപ്പോൾ അന്തിച്ചർച്ചകൾ സംഘടിപ്പിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. വിശ്വസിക്കാൻ പറ്റില്ല, ആളുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും മറ്റു പലയിടങ്ങളിൽ ഇതിന്റെ പേരിൽ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാനാകില്ല. ഏതായാലും ഡെൻമാർക്കിൽ മുമ്പും സമാനമായ നിയമ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. വളരെ ചെറിയൊരു സമൂഹമാണ്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഫാക്ടറികളും മറ്റ് തൊഴിൽശാലകളും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആളുകൾ വന്ന്, അതായത് പ്രവാസികളായി വന്ന് ഉപജീവനം കണ്ടെത്താനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരുന്നവർക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വരുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ പ്രതിഷേധിക്കാനോ മറ്റു കാര്യങ്ങളിലൊക്കെ പോകാനുള്ള സമയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവിടെ ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് ചിലപ്പോൾ ഒരു നിയമമായിട്ട് വന്നേക്കും.